Hi friends, welcome to Fluana Happy Learning. This is me James, an English empowerment coach. കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും കണ്ട് കുറെ വൈറലായിട്ടുള്ള ഒരു വീഡിയോനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഡോക്ടർ അനിൽ ബാലചന്ദ്രനെ കോഴിക്കോട് വ്യവസായികളെല്ലാം കൂടി കൂകി ഇറക്കി വിട്ടു എന്നുള്ള ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് നോക്കുന്ന പബ്ലിക് സ്പീക്കിങ്ങും അതും തമ്മിലുള്ള ബന്ധം എന്താണ്, ഹൗ ടു സെൽ യുവർ സെൽഫ് എന്നുള്ളതാണ്. എങ്ങനെയാണ് നിങ്ങളെ തന്നെ വിൽക്കുന്നത് എന്ന്. അതാണ് ആക്ച്വലി ഈ സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിംഗിൽ മാത്രമുള്ളതല്ല, നമ്മുടെ ജീവിതത്തിലും ഉള്ളതാണ് അല്ലെ. അപ്പം എന്നെ നിങ്ങളും മറ്റുള്ളവരും എൻ്റെ കൂടെയുള്ളവരെല്ലാം ഇഷ്ടപ്പെടണമെങ്കിൽ എനിക്കുള്ള ക്വാളിറ്റീനെ എനിക്ക് എടുത്ത് കാണിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. സോ ഐ വാണ്ട് ടു ഡെമോൺസ്ട്രേറ്റ് മൈ സ്കിൽ വിത്ത് മൈ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് ഇഫ് ദേ വാണ്ട് ടു അക്സെപ്റ്റ് മീ. ദാറ്റ് ഈസ് ആക്ച്വലി സെല്ലിംഗ് അവർ സെൽഫ്. നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോഴാണ് മറ്റുള്ളവരിലേക്ക് നമ്മുടെ നല്ല ഭാഗങ്ങൾ എത്തിപ്പെടാൻ സാധിക്കുക. അനിൽ ബാലചന്ദ്രനെ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം മണിക്കൂറിന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ്. അതിന്റെ ഹിസ്റ്ററി പറയുന്നതനുസരിച്ചാണെങ്കിൽ കോവിഡിന് മുൻപ് അദ്ദേഹം ഒത്തിരി ബിസിനസ്സുകളെല്ലാം നടത്തിയതിനു ശേഷം പൊട്ടി പൊളിഞ്ഞ് ഇനി എന്ത് ചെയ്യും എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഒരു ഇങ്ങനത്തെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി വാട്സപ്പിലൂടെ ഫസ്റ്റ് കുറച്ച് ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ക്ലാസ്സിൽ ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കാൻ പോകുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടതിന് ശേഷം ആ ഓർഗനൈസ് ചെയ്തവർ പൈസ കൊടുത്തു. അതാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത് ക്ലാസ്സിനെ സംബന്ധിച്ച്. അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസ് ചെയ്ത് പൊട്ടി പാളീസായ ഒരു വ്യക്തി എങ്ങനെയാണ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന്റെ കഴിവ് എന്താണ്? അതിന്റെ കഴിവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രസന്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, അതോടൊപ്പം തന്നെ കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതാണ്. സോ ദീസ് ആർ ദ two things that he has just taken from himself as his skills to market himself. അല്ലേ? അതായത് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത് ബിസിനസ്സിൽ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന വിരോധാഭാസമാണ് നമ്മളവിടെ കാണേണ്ടത്. എങ്കിൽ പോലും അവിടെ അദ്ദേഹം വിജയിക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ആണ്. ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നതും പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ എന്ന് പറയുന്നതും നമുക്ക് ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണോ? ഐ തിങ്ക് ഇറ്റ് ഇസ് നോട്ട് that easy to make. അതിനൊരു പ്രോസസ് ഉണ്ടായിരിക്കണം. സോ ടുഡേ ഐ ആം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, എന്താണ് അതിന്റെ സ്റ്റാർട്ടിങ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കുന്നത് ഈ അനിൽ ബാലചന്ദ്രന്റെ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റയോ ഒക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബിസിനസ് സ്ട്രാറ്റജിയെല്ലാം സ്വീകരിച്ച് വിജയിച്ചവരുണ്ട് എന്ന ടെസ്റ്റിമണിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം കോഴിക്കോട് വന്നിട്ട് സക്സസ്ഫുൾ ആകാത്തത് എന്നും കൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഫീ കൊടുത്ത് പോകാറുണ്ട്, ജോയിൻ ചെയ്യാറുണ്ട്. അങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തിനെ അറിഞ്ഞിട്ടുള്ള വ്യക്തികളാണ് പോകുന്നത് അല്ലെ. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ കണ്ട് ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തെ അറിയുന്ന വ്യക്തികളാണ് പോകുന്നത്. അപ്പൊ അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷകളും കാര്യങ്ങളെല്ലാം നേരത്തെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന വ്യക്തികൾക്ക് അറിയാം, അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് പോകുന്നതാണ്. അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് അല്ല കോഴിക്കോട് സംഭവിച്ചത് അല്ലെ. കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവസായികളുടെ ഒരു കോൺക്ലേവിലേക്ക് ഇദ്ദേഹത്തെ 1 മണിക്കൂർ 1.5 മണിക്കൂറുള്ള ഒരു ക്ലാസ്സിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അപ്പം അതിന്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കേണ്ടത് ഈ കോൺക്ലേവിൽ വന്നിരിക്കുന്ന എല്ലാ വ്യവസായികൾക്കും ഇദ്ദേഹത്തെ അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പം ആസ് എ മോട്ടിവേഷൻ സ്പീക്കർ ഓർ ദ ഫസ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരോടാണോ സംവാദിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് ആ അപ്പുറം ഇരിക്കുന്ന ഓഡിയൻസിന്റെ സ്റ്റാൻഡേർഡും അവരുടെ വേ ഓഫ് തിങ്കിങ്ങും ലിവിങ് സ്റ്റാൻഡേർഡും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം എൻ്റെ ക്ലാസ് ഞാൻ കണ്ടക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് കോഴിക്കോട് വന്നിട്ട് ക്ലച്ച് പിടിക്കാൻ സാധിക്കാത്തത് അല്ലേ. അപ്പോൾ ആസ് എ പബ്ലിക് സ്പീക്കർ നിങ്ങൾക്ക് ഒരു പബ്ലിക് സ്പീക്കർ ആകണം, നിങ്ങളുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ what can we do as the beginning, the baby steps? We should have to take some of the baby steps to improve our public speaking skill. How to sell yourself? നിങ്ങളെ തന്നെ സെല്ല് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഭാര്യയോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ നിങ്ങൾക്ക് സ്നേഹമുണ്ട്, പക്ഷെ നിങ്ങളത് പ്രകടിപ്പിക്കാൻ നിങ്ങൾക്ക് അറിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് നയിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ കുട്ടികളോടോ അല്ലെങ്കിൽ ബ്രദേഴ്സിനോ സിസ്റ്റേഴ്സിനോടോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ നല്ലൊരു ഹസ്ബൻഡോ വൈഫോ ബ്രദറോ സിസ്റ്ററോ ആയി തീരുകയില്ല. സോ ടുഡേ വാട്ട് ഐ വാണ്ട് ടു സേ ദാറ്റ് ഹൗ
യു ക്യാൻ സെൽ യുവർ സെൽഫ് ടു അതേഴ്സ്. അതുപോലെ തന്നെ നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ നന്നായി പ്രസന്റ് ചെയ്യാൻ സാധിക്കും എന്ന കാര്യങ്ങളാണ് ഇന്ന് ശ്രദ്ധിക്കുന്നത്. സോ ഐ തിങ്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ഇംപ്രൂവ് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ ഈസ് ദാറ്റ് ടു സ്റ്റാർട്ട് വിത്ത് എ സ്റ്റോറി. ഒരു സ്റ്റോറിയിൽ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റോറിയിൽ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ മാഗസിൻസിലോ മീഡിയസിലോ കാണുന്ന സ്റ്റോറി അല്ല. യു ആർ ടു ജസ്റ്റ് തിങ്ക് ടു യുവർ സെൽഫ്. നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുക. നിങ്ങളൊരു പേപ്പറൊക്കെ ഇന്ന് തന്നെ ഒരു പേപ്പറും പേനയൊക്കെ എടുത്തിട്ട് നിങ്ങളുടെ പുറകിലത്തെ ഹിസ്റ്ററിയിലേക്ക് ഒന്ന് പരതി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് എന്തൊക്കെയോ ഇൻസിഡൻസോ അല്ലെങ്കിൽ കുറെ സ്റ്റോറീസ് നിങ്ങൾക്കുണ്ട്. എങ്ങനെയുള്ള സ്റ്റോറീസ് ആയിരിക്കണം? അത് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു സഹതാപം മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന രീതിയിലുള്ള സ്റ്റോറികൾ നിങ്ങൾ കണക്ട് ചെയ്യണം. അത് കളക്ട് ചെയ്ത് ഇന്ന് നോക്കി നോട്ട് ഡൗൺ ചെയ്യണം ഏതൊക്കെ സ്റ്റോറിയാണ് നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാൻ സാധിക്കുന്നതെന്ന്. ഈ പബ്ലിക് സ്പീക്കേഴ്സിനെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും അവരെല്ലാവരും അവരുടെ ലൈഫ് സ്റ്റോറീസ് പറഞ്ഞുകൊണ്ടാണ് മറ്റുള്ളവരുടെ മുമ്പിൽ കയ്യടി മേടിക്കുന്നത്, അല്ലേ? നമ്മളാണെങ്കിലും എന്താണ് ആഗ്രഹിക്കുന്നത്? മറ്റുള്ളവരുടെ സ്റ്റോറികൾ കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ദ ഫസ്റ്റ് തിങ് ടു ഇംപ്രൂവ് യുവർ സ്പീക്കിംഗ് സ്കിൽ ഈസ് ടു പ്രാക്ടീസ് വിത്ത് യുവർ സ്റ്റോറീസ്. സോ ഹൗ ക്യാൻ യു ഡു ദാറ്റ്? അത് എങ്ങനെ ചെയ്യാൻ സാധിക്കും? അതിന്റെ പ്രോസസ്സ് ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത്. ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു ആർ ടു ജസ്റ്റ് നോട്ട് ഡൗൺ യുവർ സ്റ്റോറീസ് ദാറ്റ് ഐ ഹാവ് ടോൾഡ് യു ആൻഡ് സെലക്ട് ദ ബെസ്റ്റ് വൺ വിച്ച് യു തിങ്ക് ദാറ്റ് വിൽ ഇൻസ്പയർ യുവർ ഓഡിയൻസ്. നിങ്ങളുടെ ഓഡിയൻസിനെ ഇൻസ്പയർ ചെയ്യുമെന്ന് തോന്നുന്ന സ്റ്റോറി നിങ്ങൾ ആദ്യം ചെയ്യുക. ഈ സ്റ്റോറിനെ ഒന്ന് സ്ട്രക്ചർ ചെയ്യണം. എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യേണ്ടത്? സ്ട്രക്ചർ ചെയ്യേണ്ട ഓഡിയൻസിന് മുമ്പിൽ ഇത് എങ്ങനെ അവതരിപ്പിക്കണം? അതായത് നിങ്ങൾ സ്ട്രക്ചർ ചെയ്യുന്ന സ്റ്റോറി ഇങ്ങനെയായിരിക്കണം. ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു വാണ്ട് ടു ജസ്റ്റ് ഗിവ് a hook to the സ്റ്റോറി. ഒരു ഹുക്ക് ഉണ്ടായിരിക്കണം. ഹുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവർ നമുക്ക് ആകെ കിട്ടുന്ന ഒരു 10 seconds ആയിരിക്കും ഈ ഓഡിയൻസും നിങ്ങളും തമ്മിലുള്ള ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. സോ വിതിൻ ദാറ്റ് 10 seconds വാട്ട് യു വാണ്ട് ടു മേക്ക് ദം ടു അട്രാക്ട് യുവർ സെൽഫ്, എൻഗേജ് ചെയ്യിപ്പിക്കണം. സോ അതിൽ നിങ്ങളൊരു ഹുക്ക് ആയിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഹുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്നു, ഞാൻ അത് ഓർക്കുന്നു, ഹാവ് യു എവർ ഹേർഡ് അബൌട്ട് ദിസ്? നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലേ? It is something surprising, shocking news എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് ഞാൻ എന്തോ പറയാൻ പോകുന്നത് വളരെ അവരുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ന ഒരു തോന്നൽ ഫസ്റ്റ് സെന്റൻസിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഹുക്ക് നിങ്ങളുടെ ഏതെങ്കിലും ടോപ്പിക് അടിച്ചിട്ട് അതിന് ഹുക്ക് ഏതാണെന്ന് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ പോലും നിങ്ങൾക്ക് നല്ല ഹുക്കുകൾ കിട്ടുന്നതായിരിക്കും. കുറച്ച് എക്സാമ്പിളുകൾ പഠിച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾ പറയാൻ പോകുന്ന ടോപ്പിക്കുമായി കണക്ട് ചെയ്തുകൊണ്ട് the first start with a hook in your every public speaking. The second thing you want to remember that you want to just introduce yourself എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ just you want to say your name, നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ് എന്നുള്ളത് കൂടി നിങ്ങൾ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. That's the second point. And the third point is that you want to tell that what you are going to tell. അതായത് നിങ്ങൾ പറയാൻ പോകുന്ന സ്റ്റോറിയുടെ ഒരു ഇൻട്രോ മറ്റുള്ളവർക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ പറയണം എന്നുള്ളതാണ്, ഒരു ഇൻട്രോ പറയണം എന്നുള്ളതാണ്. And the fourth point comes that you just tell your story. സ്റ്റോറി പറയുമ്പോൾ എങ്ങനെയായിരിക്കണം? സാധാരണ വായിക്കുന്ന പോലെ ആയിരിക്കണം. Never to read. That's the first thing you have to remember when you say your story. സ്റ്റോറി പറയുന്ന കണ്ടന്റിൽ നിങ്ങൾ അതൊരിക്കലും വായിക്കുന്ന ഒന്നായിരിക്കരുത്. നിങ്ങൾ സ്റ്റോറി പറയുമ്പോൾ ആ സ്റ്റോറിയുടെ രീതി അനുസരിച്ച് നിങ്ങളുടെ സൗണ്ട് മാറിക്കൊണ്ടിരിക്കണം, ടോൺ മാറണം, നിങ്ങളുടെ ഫേസിൽ എക്സ്പ്രഷൻ മാറണം. അത് പറയുന്ന വോയിസിന്റെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ. നിങ്ങൾ പറയുന്ന സഹതാപമാണെങ്കിൽ ആ ടോണിലേക്ക് നിങ്ങളുടെ സ്വരം മാറണം. ഇതെല്ലാം നിങ്ങളുടെ ഓഡിയൻസിനെ വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ ഐ കോണ്ടാക്ട് നിലനിർത്തിക്കൊണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ സമയത്ത് ആരെങ്കിലും ചോദ്യം ചോദിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഐ കോണ്ടാക്റ്റിലൂടെ ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടാകണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നിങ്ങളൊരു ഓപ്പൺ ആയിരിക്കണം. നിങ്ങളൊരു ഓപ്പൺ ഹാൻഡ് ജസ്റ്റേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അവിടെ ഓഡിയൻസിലിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഫീൽ ചെയ്യണം നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ കണ്ണിലേക്ക് നോക്കിയാണ് സംസാരിക്കുന്നത് എന്ന ഫീലിംഗ് ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനെ സ്റ്റോറി വന്നു, സ്റ്റോറി നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നു. സ്റ്റോറി പ്രസന്റ് ചെയ്തിട്ട് നിങ്ങൾ അതിനൊരു കൺക്ലൂഷൻ കൊടുക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം സമ്മറൈസ് ചെയ്തിട്ട് അവർക്ക് കൺവിൻസിങ് ആയിട്ടുള്ള ഒരു റിസൾട്ട് വരത്തക്ക രീതിയിലുള്ള ഒരു കൺക്ലൂഷൻ കൊടുക്കണം. പിന്നെ എൻഡ് ചെയ്യുന്നതോ നിങ്ങൾ താങ്ക് യു പറഞ്ഞു ഓഡിയൻസിന്, ഇതുവരെ കേട്ടിരുന്ന ഓഡിയൻസിന് താങ്ക്സ് പറഞ്ഞുകൊണ്ടായിരിക്കണം നിങ്ങളുടെ സ്പീച്ച് കൺക്ലൂഡ് ചെയ്യേണ്ടത്.
This is a structure that you have to prepare. Whenever you prepare a story for the public speaking, that you have to think of this. The first one is a hook, second one introduction, means introduce yourself, and the third point is to give an introduction to your story, and fourth one express your story, and fifth one just give a summary for that, and the sixth one is to give to thank the audience. So this will be the structure when you prepare a public speaking speech, whenever you want to make it. സോ ഈ സ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ദെൻ ഹൗ ടു പ്രസന്റ് ഇറ്റ്സ് ദ സ്റ്റോറി, അത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ വെൻ യു ആർ ഓൺ പബ്ലിക്, വലിയൊരു ഓഡിയൻസിന് മുമ്പിലാണെങ്കിൽ യു ഹാവ് ടു ഡ്രസ് ഇറ്റ് അപ്പ് വെൽ. നല്ല ഡ്രസ്സിലായിരിക്കണം. നിങ്ങൾക്കൊരു കോൺഫിഡൻറ്റ് ലെവൽ കൂടണമെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സും അതുപോലെ തന്നെ നിങ്ങളെ കേട്ടിരിക്കുന്ന വ്യക്തികളെക്കാളും സംതിങ് മോർ ആണ് ഞാൻ എന്നൊരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടാകണം. എന്താണ് ഒതോറിറ്റി ഉണ്ടാവുള്ളൂ. ആ കോൺഫിഡൻസ് നിങ്ങളുടെ ലുക്കിലും നിങ്ങളുടെ നിൽപ്പിലും സംസാരത്തിലും ഉണ്ടാകണം. ഇതാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ കൈ എടുക്കുന്നതിൻ്റെ ജസ്റ്റേഴ്സ്, വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ജസ്റ്റേഴ്സ്. നിങ്ങൾ സംസാരിക്കുന്ന ശൈലി അനുസരിച്ച് ജസ്റ്റേഴ്സ് ഉണ്ടായിരിക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞു ഐ കോണ്ടാക്ട് ഉണ്ടാകുക എന്നുള്ളത് പറഞ്ഞു. ദെൻ ഓപ്പൺ ടു ഓഡിയൻസ്, എല്ലാവരുടെയും ഓഡിയൻസിലേക്ക് നിങ്ങൾ ഓപ്പൺ ആയിരിക്കണം. എല്ലാവരെയും ഫേസ് ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ എടുക്കുന്ന ക്ലാസ്സുകളാണെങ്കിലും നിങ്ങൾ എടുക്കുന്ന പബ്ലിക് സ്പീക്കിംഗ് ആണെങ്കിലും. അപ്പോഴാണ് അവർക്ക് നിങ്ങളുമായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം ഇത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? ഇത് ആദ്യം തന്നെ എടുത്തുകൊണ്ട് could you go in front of the public audience in the first time? No, it's not possible. That you have to do the practice at home. How can you do the practice? We have heard a lot that mirror technique, right? I think better than the mirror technique is to just use your camera. നിങ്ങളുടെ മൊബൈൽ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ റെക്കോർഡ് ചെയ്യണം. നിങ്ങൾ ആദ്യം തന്നെ റെക്കോർഡ് ചെയ്തിട്ട് you have to check yourself. ഒരു ദിവസം റെക്കോർഡ് ചെയ്തു, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, then try for the next one, next day, third, fourth, അങ്ങനെ റിപ്പീറ്റഡ് ആയി നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്ത് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യണം. ലാസ്റ്റ് ഡേ ഓൾസോ I have told that it is better for you to improve your public speaking skills to join in any of the courses. നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രെയിനറുടെ കീഴിൽ കോഴ്സിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു ഫീഡ്ബാക്കും ആ ട്രെയിനർ നൽകുന്നതായിരിക്കും. സോ സെൻഡ് യുവർ വീഡിയോസ് ടു ദ ട്രെയിനർ ടു ഗെറ്റ് ദ ഫീഡ്ബാക്ക്, വെൽ ഫീഡ്ബാക്ക്. ആ ട്രെയിനേഴ്സ് നിങ്ങളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നതിന് നല്ലൊരു ട്രെയിനർ കിട്ടേണ്ടതും ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് അല്ല, നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഫ്രണ്ട്സിനെ കിട്ടുന്നതും നല്ലതായിരിക്കും. അവരെല്ലാവരും നല്ല ഫീഡ്ബാക്കും ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും. ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് കണക്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച് ഇത്ര മാത്രമാണ്. പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് സ്കിൽ, ബട്ട് യു വാണ്ട് ടു അനലൈസ് വാട്ട് യു വാണ്ട് ടു സേ ഇൻ ഡിഫറെന്റ് പ്ലേസസ്. വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഏതൊക്കെയാണ് പറയേണ്ടത് എന്നുള്ള ഒരു ജ്ഞാനം നിങ്ങൾക്കുണ്ടായിരിക്കണം. ദെൻ ഇത് വരാൻ വേണ്ടിയിട്ട് ഒരു ദിവസം കൊണ്ട് കിട്ടുന്ന അല്ല പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ആ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞ പ്രോസസ്സിലൂടെ പോവുക. ദെൻ യു ഓൾസോ ക്യാൻ ബി എ ഗ്രേറ്റ് പബ്ലിക് സ്പീക്കർ. നല്ലൊരു പബ്ലിക് സ്പീക്കർ, സംസാരിക്കുന്നിടയിൽ നല്ല തമാശകളൊക്കെ പറയുന്ന നല്ലൊരു പബ്ലിക് സ്പീക്കർ ആകാൻ നിങ്ങൾക്കും സാധിക്കും. സോ അടുത്ത വീഡിയോ കാണുന്നതോടെ ബൈ ബൈ. ദിസ് ഈസ് ജിൻസ് ഫ്രം ഫ്ലുവന്റ് ഹാപ്പി ലേണിംഗ്.